റെസ്പോൺസ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ആക്ച്വലി ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ദാറ്റ് യു നോ. ഓർഡർ 1 ആയിട്ടുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പം ഓർഡർ 1 ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം, ഇറ്റ് ഈസ് ഹാവിങ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ 1/ts. ഓക്കെ, ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ 1/ts ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ആർ ഓഫ് എസ് ആൻഡ് ഔട്ട്പുട്ട് സി ഓഫ് എസ്. ഓക്കെ, ഇൻപുട്ട് സി ഓഫ് എസും ഔട്ട്പുട്ട് ആർ ഓഫ് എസും ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/1 + ts എന്ന് നമുക്ക് പറയാം. ഓക്കെ, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/1 + ts. ഓക്കെ, ഹിയർ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ കേസിൽ ഈ 1/1 + ts എന്ന് പറയുന്ന ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് ആക്ച്വലി ദ റെസ്പോൺസ്. ഓക്കെ, നമുക്ക് കാണാനുള്ളത് എന്താണ്, ഇതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കുമെന്നാണ് കാണുന്നത്. ഈ റെസ്പോൺസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം, വാട്ട് യു ആർ ഡൂയിങ്, വി ആർ ജസ്റ്റ് അപ്ലൈയിങ് ഇൻപുട്ട്. ഓക്കെ, നമ്മൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, റെസ്പോൺസ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ നമ്മൾ റെസ്പോൺസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ കൊടുക്കുന്നത് ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പം ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ദ റെസ്പോൺസ്, വാട്ട് ഈസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇൻ ടൈം ഡൊമൈൻ. ഇഫ് യു ആർ ജസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ വാല്യൂ ഇൻ ടൈം ഡൊമൈൻ, ദാറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് ടൈം റെസ്പോൺസ്. ഓക്കെ, ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ യു ദാറ്റ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് ടൈം റെസ്പോൺസ് ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ടൈം റെസ്പോൺസ്, ദ ഔട്ട്പുട്ട് ഓർ റെസ്പോൺസ് of a system as a function of time, that is actually considered as time response. And if you are just considering frequency response, the response or output as a function of frequency, that is actually considered as frequency response. Okay, but here what you are doing to do, or what you are going to find out means this time response. Okay, if you want to find out the time response, what you want to do, നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ട് ഈസ് ആക്ച്വലി ദ ഔട്ട്പുട്ട് ഇൻ ടൈം ഡൊമൈൻ, ദാറ്റ് യു ആർ ജസ്റ്റ് ഗോയിങ് ടു ഫൈൻഡിങ് ഔട്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മളൊരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കേസിലുള്ള നമുക്കറിയാം, ഒരു ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതാണ്, ഒരു ടൈം ഡൊമൈനിലുള്ള റെസ്പോൺസ് നമുക്ക് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ആർ ഓഫ് എസ് ഇൻറ്റു എം ഓഫ് എസ് ആണ് നമുക്ക് കാണേണ്ടത്. ഹിയർ ആർ ഓഫ് എസ് ഈസ് ആക്ച്വലി ദ ഇൻപുട്ട് ആൻഡ് എം ഓഫ് എസ് ഈസ് ആക്ച്വലി ദ response or sorry, not response, closed loop transfer function. Okay, transfer function into input, which is actually considered as what, output. Okay, therefore we can able to find out the value of output or response as a function of time. Means what you are doing means we are just taking in the inverse Laplace transform of R of s into M of s. Therefore ഹിയർ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ഇൻപുട്ട് ഹിയർ, ഹിയർ വി ആർ ഗിവിങ് ഇൻപുട്ട് ആസ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, യൂണിറ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, ഓക്കെ, നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും, യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ വാട്ട് ഈസ് ആക്ച്വലി ദ ഔട്ട്പുട്ട്, അതായിരിക്കും നമ്മളുടെ എന്ത്, അതായിരിക്കും നമ്മളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം നമ്മൾ കാണാൻ യൂസ് ചെയ്യുക. ഹിയർ ഇഫ് യു ആർ ജസ്റ്റ് ഗിവിങ് ദ ഇൻപുട്ട് ആസ് യൂണിറ്റ് സ്റ്റെപ്പ്, ദെർഫോർ ഇൻപുട്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്താണ്, നമ്മൾ ടൈം ഡൊമൈനിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. In frequency domain or S domain, if you are just considering means that is actually R of s is equal to 1/s. Okay, അത് ആ ടേബിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മളുടെ ടെസ്റ്റ് സിഗ്നൽസിന്റെ കേസ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ആർ ഓഫ് എസ് ഇൻറ്റു എം ഓഫ് എസ്
കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ കാണുന്നത്. ദെർഫോർ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആർ ഓഫ് ടി അല്ല, ആർ ഓഫ് എസ് ആണ്. ആർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് സിസ്റ്റത്തിൻ്റെ കേസിൽ, ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് സിസ്റ്റം ഇത് ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s. ദാറ്റ് യു ഓൾറെഡി സ്റ്റഡി. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഒരു യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ കേസിൽ ആർ ഓഫ് എസിൻ്റെ വാല്യൂ 1/s ആണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ആകുമ്പോൾ എന്തായിരിക്കും, യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആകുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ എല്ലാം ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ഓരോ ടെസ്റ്റ് സിഗ്നൽസ്, ഡിഫറെൻറ്റ് സ്റ്റെപ്പ് സിഗ്നൽസ് കണ്ടു, അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്നത് ടൈം റെസ്പോൺസ് കണ്ടുപിടിക്കാൻ, വാട്ട് യു ആർ ഡൂയിങ്, ടൈം റെസ്പോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് എസ് ആണ് നമ്മൾ കാണുക. അപ്പം സി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു എം ഓഫ് എസ്. ആർ ഓഫ് എസ് ഇൻറ്റു എം ഓഫ് എസ് ആണ്. Therefore, if you want to find out C of t, we are just considering inverse Laplace transform of R of s into M of s. Okay, this is actually the procedure. Here, R of s is equal to what? 1/s. Okay, here R of s is equal to 1/s, and M of s is equal to what? Closed loop transfer function C of s by R of s ആണ് M of s. Here M of s is equal to 1/1 plus Ts എന്നാണ്. 1/1 plus Ts എന്നാണ് നമ്മളുടെ M of s ന്റെ വാല്യൂ. Therefore, we can able to substitute these two values here. Then what we can get? C of s is equal to R of s into C of s is equal to R of s into M of s. Okay, C of s into M of s. Then നമുക്ക് M of s ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 1/1 plus Ts എന്നാണ്. Therefore, ഇവിടെ R of s into 1/1 plus Ts എന്നുള്ളത്, ആർ ഓഫ് എസിൻ്റെ വാല്യൂ 1/s ആണ്. ഈ 1/1 പ്ലസ് ടി എസ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ ആക്കി എഴുതുവാണെങ്കിൽ 1/s ഇൻറ്റു നമ്മൾ ടി ഇതിൻ്റെ ഔട്ട് സൈഡിൽ എടുക്കുവാണെങ്കിൽ, ഇഫ് യു ആർ ജസ്റ്റ് ടേക്കിംഗ് ടി ഔട്ട് സൈഡ്, വാട്ട് വി ക്യാൻ ഗെറ്റ് ടി ഇൻറ്റു 1/t പ്ലസ് എസ്. ഓക്കെ, 1/s ഇൻറ്റു ടി ഔട്ട് സൈഡിൽ, ഈ ഇക്വേഷനിൽ ടി ഔട്ട് സൈഡിൽ എടുക്കുവാണെങ്കിൽ 1/t പ്ലസ് എസ് എന്ന് എഴുതാം. Therefore, this will become, if you are just taking the denominator ഉള്ളതിനെ നമ്മൾ ടിയെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ this will become 1/t into s divided s into s plus 1/t എന്ന് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടി നമ്മൾ ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/t ഇൻറ്റു divided by s into s plus 1/t എന്നുള്ളത് എഴുതി. ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു a by s plus b by s plus 1/t. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. a by s plus b by s plus 1/t എന്നായിരിക്കും നമ്മളുടെ ഇക്വേഷൻ വരിക. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു a by s plus b by s plus 1/t എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമുക്ക് എയുടെ വാല്യൂവും ബിയുടെ വാല്യൂ സിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. Therefore, here a is obtained by multiplying c of s by s. Okay, നമുക്ക് ഇത് പ്രൊസീജിയർ അറിയാവുന്നതാണ്. If you want to find out the value of a, what you are doing, you are just multiplying c of s, okay, into s at s is equal to 0. That will give us the value of a. Okay, here in the previous equation, if you want to find out the value of a, what you are doing, c of s നെ s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് s is equal to 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ബിയുടെ വാല്യൂ കിട്ടാനും നമ്മൾ c of s ഇൻറ്റു s ഇൻറ്റു s പ്ലസ് 1/t അറ്റ് s is equal to minus 1/t എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പം ഇവിടെ ഫസ്റ്റ് എയുടെ വാല്യൂ, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എ, വാട്ട് യു ആർ ഡൂയിങ്, ഇതിനെ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് s is equal to 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ എന്താണ്, എസിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എസ് 0 കൊടുക്കുകയാണെങ്കിൽ ഇത് എസും എസും കൂടി ക്യാൻസലായി എസിൻ്റെ വാല്യൂ 0 കൊടുക്കുകയാണെങ്കിൽ വാട്ട് വി ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ആസ് 1. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ബി, വി ആർ ജസ്റ്റ് മൾട്ടിപ്ലൈയിങ് സി ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1/t അറ്റ് s is equal to minus 1/t. ഓക്കെ, ഈ നിങ്ങൾക്ക് പ്രൊസീജിയർ അറിയാവുന്നതാണ്. ദെൻ വി ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് ബി ആസ് -1. ആൻഡ് ഇഫ് യു ആർ കൺസിഡറിങ്
we are just substituting a and b in the previous equation. This equation, first equation നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾ എയുടെയും ബിയുടെ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു -1, then we can get c of s is equal to 1/s minus 1/s + 1/t. ഓക്കെ, അപ്പം സി ഓഫ് എസിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് എസ്. ഓക്കെ, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് എസ് കാണാൻ നമുക്ക് പറ്റും. Therefore, here from this equation we can able to find out the value of time response. Okay, that is inverse Laplace c of t, which is actually obtained by inverse Laplace transform of c of s. That is actually equal to inverse Laplace transform of 1/s minus 1/s plus 1/t. Okay, inverse Laplace transform of 1/s is equal to, I think. Okay, 1 ആണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s എന്ന് പറഞ്ഞാൽ. അപ്പം 1/sന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം 1, അതായത് 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1/s, 1/sന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എന്താണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻at എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻at എന്ന് പറഞ്ഞാൽ 1/s + a എന്നാണ് നമ്മൾ എഴുതുക. അപ്പം ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് s + a എന്ന് പറയുന്നത് e⁻at ആയിരിക്കും. അപ്പം എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുക? e⁻atയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1/1s + a എങ്കിൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s + a ഈസ് ഈക്വൽ ടു e⁻at എന്നാണ്. ഇവിടെ എയ്ക്ക് പകരം എന്താണ് 1/t ആണ്. Therefore, we can able to represent this as e⁻t/t. Okay, we can able to represent this as e⁻t/t. Therefore, this is actually the response. Okay, first order systemത്തിന്റെ time response of a first order system for unit step input. Okay, unit step input കൊടുക്കുമ്പോൾ ഉള്ള കറസ്പോണ്ടിങ് റെസ്പോൺസ് ആണ് ഇത്. ഓക്കെ, ഇനിയിപ്പം നമുക്കറിയാം നമുക്ക് ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. ഇഫ് യു ആർ ജസ്റ്റ് ഗിവിങ് ഇറ്റ് ആസ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, സ്റ്റെപ്പ് ഇൻപുട്ടും യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം. അപ്പം റെസ്പോൺസ് യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 1 ആണ് യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ആർ ഓഫ് എസിൻ്റെ വാല്യൂ എങ്കിൽ എ ആണ് നമ്മളുടെ ആർ ഓഫ് എസിൻ്റെ വാല്യൂ ഫോർ എന്താണ് ആർ ഓഫ് ടിയുടെ വാല്യൂ ഫോർ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ കേസിൽ. Therefore, നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, Therefore, the response of a അല്ലെങ്കിൽ ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1 - e⁻t/t. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ എന്താണ് ടൈം റെസ്പോൺസ് ഫോർ എ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1 - e⁻t/t. 1 - e⁻t/t. And if you are just considering for step response, this is actually equal to a into 1 - e⁻t/t. because യൂണിറ്റ് സ്റ്റെപ്പിൽ നിന്ന് എയിലേക്ക് മാറ്റാൻ നിങ്ങൾ എന്താ മതി? നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് നിങ്ങൾക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് സ്റ്റെപ്പിൻ്റെ കേസിൽ 1 ആണ് എങ്കിൽ ഫോർ t greater than or equal to 0 ആണെങ്കിൽ ഫോർ സ്റ്റെപ്പ് ഇൻപുട്ട് ദിസ് വിൽ ബിക്കം a t greater than or equal to 0. ഇതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ടെസ്റ്റ് സിഗ്നൽ പഠിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് ആർ ഓഫ് ടി അല്ല നമ്മൾ കൊടുക്കുന്നത് ഫോർ സ്റ്റെപ്പ് ഇൻപുട്ട്. നമ്മൾ ഏതുകൊണ്ട് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റെപ്പ് റെസ്പോൺസ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ ബിബിൻ? ക്ലിയർ ആയി സാർ. ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്റ്റെപ്പ് റെസ്പോൺസ് ഫോർ എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷാമില? ക്ലിയർ ആയി സർ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. നിങ്ങൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. സി ഓഫ് ടി ഫോർ സ്റ്റെപ്പ് ഇൻപുട്ട് വാട്ട് ഈസ്
യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ കേസിൽ എന്താണ് സി ഓഫ് ടിയുടെ വാല്യൂ 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി. ഓക്കെ, ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം, ഇ പവർ 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി. അപ്പം ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് പ്ലോട്ട് ചെയ്യാന്നുള്ളത് നോക്കുക. അപ്പം ഈ ഇക്വേഷനിൽ നമ്മൾ ടിയുടെ വാല്യൂ 0 കൊടുക്കുവാണെങ്കിൽ സി ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി ഈസിക്കൽ ടു 0 ആകുമ്പോൾ 1 മൈനസ് ഇ പവർ 0 ഈസിക്കൽ ടു വാട്ട്? 1 മൈനസ് ഇ പവർ 0 ഈസിക്കൽ ടു 1 മൈനസ് ഇ പവർ 0 ഈസിക്കൽ ടു 0. ആൻഡ് ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ടി ഈസിക്കൽ ടു 1 ബൈ ടി, ടി ഈസിക്കൽ ടു 1 ബൈ ടി, ദിസ് വാല്യൂ ബിക്കംസ് 1 മൈനസ് ഇ പവർ minus 1 is equal to 0.632. Okay, 0.632. And if you are just considering t is equal to 1t ആണ് നമ്മൾ കൺസിഡർ ചെയ്ത്, അതായത് t is equal to നമ്മൾ റെസ്പോൺസ് നമ്മൾ എടുക്കുന്നത് t എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ടൈം കോൺസ്റ്റന്റ് ഓഫ് എ സിസ്റ്റം ആണ്. അതായത് നിങ്ങൾ കൺസിഡർ ചെയ്യുക എങ്ങനെയാണ് നമുക്ക് t കിട്ടിയെന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി കൺസിഡർ ആസ് എ ടൈം റെസ്പോൺസ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഈ ഇക്വേഷനിൽ തന്നെ നമ്മൾ നേരത്തെ പ്രീവിയസ് ആയിട്ട് കണ്ട ഇക്വേഷനിലെ ടി എന്ന് പറയുന്നത് ആക്ച്വലി ടൈം റെസ്പോൺസ് ആണ്. ഓക്കെ, ദെർഫോർ ടി ഈസ് ആക്ച്വലി ദ ടൈം കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ സിസ്റ്റം ഈസ് ആക്ച്വലി കൺസിഡർ ആസ് എ ടി. ദെർഫോർ ടൈം കോൺസ്റ്റന്റ് ഓഫ് എ സിസ്റ്റം. ഇപ്പം നിങ്ങൾ ഒരു ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം 1/1 പ്ലസ് എസ് ടി എന്നുള്ളതിൽ ടി എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് ഓഫ് എ സിസ്റ്റം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ടി 0 ആകുന്ന സമയത്ത് സി ഓഫ് ടിയുടെ വാല്യൂ 0 ആണ്. ടി സിക്കൽ ടു 1t ആകുന്ന സമയത്ത് ഏകദേശം 0.632 നമുക്ക് കിട്ടും. ടി സിക്കൽ ടു 2t ആകുമ്പോൾ 0.865 കിട്ടും. ഏകദേശം ടി ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു, ദിസ് വാല്യൂ ബിക്കം വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി then c of t value becomes approximately equal to 1. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ കേസിൽ ഇഫ് യു ആർ ജസ്റ്റ് ഗിവിംഗ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് which is actually given to a first order system, the corresponding time response is equal, we can see like this. Okay, ടൈം റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ആദ്യം 0, പിന്നെ ടി 0.632 ആയി, 865 ആയി. അപ്പോൾ എപ്പോഴായിരിക്കും ഇതിൻ്റെ വാല്യൂ 1 ആകുക? ഈ നമ്മളുടെ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആക്ച്വലി നമുക്ക് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? സ്റ്റെപ്പ് ഇൻപുട്ടാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടും എന്തായിരിക്കണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും ഒരു യൂണിറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 കൊടുക്കുമ്പോൾ നമ്മൾക്ക് 1ലേക്കാണ് എത്തേണ്ടത് ഔട്ട്പുട്ട്. ഓക്കെ, 1 എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ഒരു സിസ്റ്റത്തിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടും എന്തായിരിക്കണം? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് 1ലേക്ക് എത്തുമായിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഇത് ഇൻക്രീസ് ആയി സി ഓഫ് ടി അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി ഒരു ഇൻഫൈനൈറ്റ് ടൈം ആകുമ്പോഴായിരിക്കും ഇത് എങ്ങോട്ട് എത്തുന്നത്? 1ലെത്തുന്നത്. ഏകദേശം 5t ടൈമിൽ തന്നെ ഒരു 0.993 എത്തി. പിന്നെ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് ആകുമ്പോൾ ഇറ്റ് വിൽ റീച്ച് അറ്റ് ദ വാല്യൂ ഓഫ് 1. ഓക്കെ, അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ്, വാട്ട് ഈസ് ആക്ച്വലി ദ ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടേമാണ്. ഇപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ടത് അടുത്തത് വാട്ട് ഈസ് ആക്ച്വലി ദ എറർ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് എറർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ട്രാൻസിയന്റ് റെസ്പോൺസും സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസും നമ്മൾ കൺസിഡർ ചെയ്തതാണ്. അപ്പം നമുക്കറിയാം എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുമ്പോഴും ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. അപ്പം എറർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമുക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിനും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ആക്ച്വലി നമ്മൾ എന്തായിട്ട് പറയുക, എറർ ആയിട്ട് പറയാം. അപ്പം നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഔട്ട്പുട്ടാണ്.
അപ്പം ഇൻപുട്ട് 1 കൊടുത്താൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ടും എന്തായിരിക്കണം 1 തന്നെ കിട്ടണമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അതിനുണ്ടാകുന്ന വേരിയേഷനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുക, എറർ എന്ന് ഇതിന്റെ കേസിൽ പറയാം. അപ്പം ആർ ഓഫ് ടി മൈനസ് സി ഓഫ് ടി, ആർ ഓഫ് ടി ഈസ് ആക്ച്വലി എന്താണ് റെസ്പോൺസ് ഓഫ്, അതായത് ഇൻപുട്ട് റെസ്പോൺസ്, ആൻഡ് സി ഓഫ് ടി ഈസ് ആക്ച്വലി ഔട്ട്പുട്ട് റെസ്പോൺസ്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് റെസ്പോൺസ്, സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് റെസ്പോൺസ്, അല്ലെങ്കിൽ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ആൻഡ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട്. അപ്പം ഇൻപുട്ടും ഔട്ട്പുട്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി എറർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് സിസ്റ്റം ഇൻപുട്ട് ഈസ് ഈക്വൽ ടു 1 അല്ലെ. ആർ ഓഫ് ടി എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമുക്ക് കിട്ടിയ ഇക്വേഷൻ മാത്തമാറ്റിക്കലി പറയുവാണെങ്കിൽ 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി എന്നാണ്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുക, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക്, സോറി ബ്രാക്കറ്റിന്റെ ഉള്ളിലായിരിക്കും 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി. അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇ പവർ മൈനസ് ടി ബൈ ടി എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന എറർ ആയിട്ട് കിട്ടുക. ദെൻ ഇഫ് യു ജസ്റ്റ് കൺസിഡറിങ് സ്റ്റഡി സ്റ്റേറ്റ് എറർ, ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഇൻഫൈനൈറ്റ് ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ടി ഇൻഫൈനൈറ്റ് ആകുമ്പോൾ ഉള്ള എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദിസ് വിൽ ബിക്കം ഇ പവർ, ടി ഇൻഫൈനൈറ്റ് ആകുമ്പോൾ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്കറിയാം ടി ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ടി ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താണ്, ദ ഔട്ട്പുട്ട് ബിക്കംസ് വൺസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് 1 മൈനസ് 1 എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, എറർ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ടി ഇൻഫിനിറ്റ് ആകുമ്പോൾ എന്താകത്തില്ല, അതിന് എറർ ഒന്നും ഉണ്ടാകത്തില്ല. ടി ഈക്വൽ ടു, അല്ലാതെ നോർമലായിട്ട് നമ്മൾ എത്രയാണ് എറർ, ഇ പവർ മൈനസ് ടി ബൈ ടി ആയിരിക്കും അതിന്റെ എറർ. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? വിമൽ പി ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോൾ നിങ്ങളുടെ സിലബസിനകത്ത് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെയും സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെയും എന്താണ് റെസ്പോൺസ് ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ആൻഡ് റാം, ഇതാണ് നിങ്ങളുടെ സിലബസിനകത്തുള്ളത്. അതായത് റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴും സ്റ്റെപ്പ് ഇൻപുട്ട് അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഫോർ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ നമ്മൾ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ് ആണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ എന്താ കൊടുക്കാൻ പോകുന്നത്, റാം സിഗ്നൽ കൊടുക്കാൻ പോവാണ്. ഓക്കെ, റാം സിഗ്നൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് റെപ്രസെന്റേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്ങനെയാണ് റാം സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആർ ഓഫ് ടിയുടെ വാല്യൂ എന്താണ് റാം സിഗ്നലിന്റെ? കീർത്തന, റാം സിഗ്നലിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? കീർത്തന ബി കേൾക്കുന്നുണ്ടോ? കീർത്തന, ഒരു റാം സിഗ്നലിനെ നമ്മൾ ടച്ച് സിഗ്നൽ റെപ്രസെന്റ് ചെയ്തപ്പോൾ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? R of t is equal to 80. 80. Okay. When t 80. അപ്പം റാമ്പ് ആകുമ്പോൾ 80 എന്നാണ്, അതായത് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് 80 ആണ് നമ്മളുടെ ഇക്വേഷൻ. ഫോർ സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ കേസിൽ എ. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ 1 ആണ്. അപ്പൊ അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ ഒരു റാം സിഗ്നൽ ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുക. അപ്പം യൂണിറ്റ് റാമ്പിന്റെ കേസിൽ ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, യൂണിറ്റ് റാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, ടി ആയിരിക്കും. അപ്പം ഒരു റാമ്പിന്റെ കേസിൽ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 80 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ബട്ട് ഫോർ എന്താണ് യൂണിറ്റ് റാമ്പ്, ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ യൂണിറ്റ് റാമിന്റെ കേസിൽ. അപ്പോൾ നമുക്കറിയാം ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചെയ്തതാണ് 1/1 + TS എന്നാണ്. ഓക്കെ, ഇത് ആർക്കും ഡൗട്ടൊന്നുമില്ല, 1/1 + TS. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്തത്
യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണ്? യൂണിറ്റ് റാമ്പ് ഇൻപുട്ടാണ്. അപ്പോൾ യൂണിറ്റ് റാമ്പ് ഇൻപുട്ടിനെ നമ്മൾ ആർ ഓഫ് ടി ഈസിക്കൽ ടു എന്താണ്? ടി ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആർ ഓഫ് എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/s² എന്നായിരിക്കും കിട്ടുക. അപ്പം ടിക്ക് പകരം നേരത്തെ 1 ആയിരുന്നു കൊടുത്തത്, അതിന് പകരം ഇപ്പോൾ എന്തായി? ടി ആയി. അപ്പം ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1/s². ഇത് എന്തായി? 1/s² ആയി. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് നമുക്കറിയാം, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഓഫ് എസ് ഈസിക്കൽ ടു ആർ ഓഫ് എസ് ഇൻറ്റു എം ഓഫ് എസ് ആണ്. അപ്പം ആർ ഓഫ് എസിൻ്റെ വാല്യൂ ആണ് ഞാനിപ്പം പറഞ്ഞത് എന്ത്? 1/s². അപ്പം ആർ ഓഫ് എസ് ഇൻറ്റു എം ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 1/1 + ts. ദെർഫോർ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആർ ഓഫ് എസിൻ്റെ വാല്യൂ വട്ട് ഈസ് 1/s² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ പടി. അപ്പം 1/s², പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടി ഔട്ട് സൈഡിൽ എടുത്തു. ഈ ഇക്വേഷനിലെ ടി ഔട്ട് സൈഡ് എടുക്കുവാണെങ്കിൽ 1/t + s. ഇത് നമ്മൾ ടി ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 1/t / s² ഇൻറ്റു s + 1/t. ദെൻ the same procedure we are just following as in the എന്താണ്? previous example. Okay, therefore c of s is equal to 1/t / s² into s + 1/t. This is actually equal to നമ്മൾക്ക് ഈ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എഴുതുമ്പോൾ നേരത്തെ എഴുതിയ പോലെ എഴുതത്തില്ല. ഇത് s² എന്ന് പറഞ്ഞ ടേം ഉള്ളതുകൊണ്ട് a/s² + b/s + c/s + 1/t എന്നാണ് നമ്മൾ എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ നിങ്ങൾ ചെയ്ത് പരിചയമുള്ളതാണ്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് a/s² + b/s + c/s + 1/t എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്ത് കഴിയുവാണെങ്കിൽ നമ്മൾ എ നമുക്ക് കിട്ടാൻ വേണ്ടി നേരത്തെ പ്രൊസീജിയർ പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത്? a ഈസിക്കൽ ടു സി ഓഫ് എസ് ഇൻറ്റു s² at s ഈസിക്കൽ ടു 0 എന്ന് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതറിയാം നിങ്ങൾക്ക്, സി ഓഫ് എസ് ഇൻറ്റു s² at s ഈസിക്കൽ ടു 0. ദെൻ വാട്ട് വി ക്യാൻ ഗെറ്റ്? അപ്പം 1/t / s ഇൻറ്റു s + 1/t എന്ന് കിട്ടും. at s ഈസിക്കൽ ടു 0 എന്ന് കിട്ടും. Therefore from this we can able to get the value of a as 1. ഓക്കെ, എയുടെ വാല്യൂ നമുക്ക് 1 ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തില്ല. അപ്പോൾ ഞാൻ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്ത് ഇത് ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ചുമ്മാ ആരും ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ഓക്കെ, അശ്വിൻ ഒക്കെ ഉണ്ടോ ഇവിടെ? അശ്വിൻ ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് എയുടെ വാല്യൂ. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി ആണ്. ബി കിട്ടാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ പോരാ. നമ്മൾ ബി കിട്ടാൻ വേണ്ടി d/ds ഓഫ് സി ഓഫ് എസ് ഇൻറ്റു s² at s ഈസിക്കൽ ടു 0 എന്ന് കൊടുക്കുന്നു. ഓക്കെ, d/ds ഓഫ്, അതായത് ഓക്കെ എസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. b/s a/s² + b/s. അപ്പോൾ നമുക്ക് ബി കിട്ടാൻ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ബി കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ d/ds ഓഫ് എന്താണ്? സി ഓഫ് എസ് ഇൻറ്റു s² at s ഈസിക്കൽ ടു 0 എന്നാണ് കൊടുക്കുക. അപ്പം d/ds ഓഫ് സി ഓഫ് എസ് എന്ന് പറയുന്നത് നമുക്കറിയാം 1/s² ഇൻറ്റു s + 1/t ഇൻറ്റു s² at s ഈസിക്കൽ ടു 0. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് കട്ടായി. പിന്നെ d/ds ഓഫ് 1/t ഇൻറ്റു s + 1/t എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും. d/ds ഓഫ് 1/s എന്ന് പറയുന്നത് -1/s² ആണെന്ന് നമുക്കറിയാം. d/ds ഓഫ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1/1/s² എന്നാണ്. അപ്പോൾ 1/1/s² പകരം ഇത് ഇപ്പോൾ 1/t എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഈ 1/tയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ -1/s² പകരം -1/t ഇൻറ്റു s + 1/t ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. at s ഈസിക്കൽ ടു 0. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? -t ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എന്താണ്? 1 കിട്ടി. ബിയുടെ വാല്യൂ -t കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സിയുടെ വാല്യൂ ആണ്. അപ്പോൾ സിയുടെ വാല്യൂ നേരത്തെ ചെയ്ത പോലെ തന്നെ സി ഓഫ് എസ് ഇൻറ്റു s + 1/t, അതായത് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ s + 1/t ആണ്. അതുകൊണ്ട് തന്നെ c/s + 1/t ആണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു s ഈസിക്കൽ ടു -1/t എടുക്കുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/t /s² ഇൻറ്റു s + 1/t ഇൻറ്റു s + 1/t at s ഈസിക്കൽ ടു -1/t. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി 1/t/s² എന്ന് കിട്ടും. അപ്പോൾ എസിൻ്റെ വാല്യൂ -1/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ t എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 1 ആണ്. ബിയുടെ വാല്യൂ -t ആണ്. സിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് t ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇതിൽ നിന്ന് നമുക്ക്
വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എന്താണ് ഔട്ട്പുട്ട് സി ഓഫ് എസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സി ഓഫ് എസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, 1/t എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1/t എ ബൈ എസ് സ്ക്വയർ ബി ബൈ എസ് പ്ലസ് സി ബൈ എസ് പ്ലസ് 1/t എന്നാണ്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ നമ്മൾ 1 കൊടുത്തു, ബിയുടെ വാല്യൂ -t ആണ്, സിയുടെ വാല്യൂ t ആണ്. അപ്പം ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരിക്കും നമ്മളുടെ സി ഓഫ് ടി എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ടൈം റെസ്പോൺസിന്റെ വാല്യൂ നിങ്ങൾ നോക്കുവാണെങ്കിൽ സി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സി ഓഫ് എസ്. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s സ്ക്വയർ മൈനസ് ടി ബൈ എസ് പ്ലസ് ടി ബൈ എസ് പ്ലസ് 1/t. Therefore, this will gives 1/s സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ആയിരിക്കും. ഓക്കെ, 1/s സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ടി ആയിരിക്കും. 1/sന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1 ആണ്, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് 1/sന്റെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1 ആണ്. പക്ഷേ എസ് പ്ലസ് 1/t ഉള്ളതുകൊണ്ട് ഇ പവർ മൈനസ് ടി ബൈ ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ടി ബൈ ടി എസ് ബൈ 1/tക്ക് പകരം നമ്മൾ ടി 1/t കൊടുക്കുന്നു. അപ്പം ഇ പവർ മൈനസ് ടി ബൈ ടി എന്ന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും കൂടി ഇല്ല കറക്റ്റായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇക്വേഷൻ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ടി ഇൻറ്റു 1 പ്ലസ് ഇ പവർ മൈനസ് ടി ബൈ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പം ദിസ് ഈസ് ആക്ച്വലി ദ റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. ഓക്കെ, യൂണിറ്റ് റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ കേസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. 1/t, സോറി ഇത് ടി ആണ് കേട്ടോ, 1 അല്ല, ടി മൈനസ് സ്മോൾ ടി മൈനസ് ക്യാപിറ്റൽ ടി ഇൻറ്റു 1 പ്ലസ് ഇ പവർ മൈനസ് ടി ബൈ ടി എന്ന് നമുക്ക് കിട്ടും. അപ്പം ഈ ഇക്വേഷന് ഇതിന്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത റെസ്പോൺസ് പോലെ തന്നെ നമ്മൾ നേരത്തെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരച്ചിരിക്കുന്നതാണ്. നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ വരയ്ക്കാം കേട്ടോ, സെപ്പറേറ്റ് വേണമെങ്കിൽ വരയ്ക്കാം. നമ്മൾ ഇത് ഒരുമിച്ച് വരച്ചിരിക്കുന്നേ ഉള്ളൂ. ഇത് സി ഓഫ് ടി ആൻഡ് ദിസ് ഈസ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നമ്മൾ റാമ്പ് ഇൻപുട്ടാണ്, യൂണിറ്റ് റാമ്പ് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ റാമ്പ് ഇൻപുട്ടിന്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ റാമ്പ് ഇൻപുട്ട് കൊടുക്കുവാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന റെസ്പോൺസ് ആണ് സി ഓഫ് ടി ആണ് ഈ റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോറി ഇത് ആർ ഓഫ് ടി ആണ് കേട്ടോ, ഇത് ആർ ഓഫ് ടി. ഓക്കെ, അപ്പോൾ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് റെഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ യൂണിറ്റ് റാമ്പ് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ലാഗ് ചെയ്യാണ്. നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ആണ്, ലീനിയർ ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ലാഗ് ബിഹൈൻഡ് ദിസ് ഇൻപുട്ട്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ ലാഗ് ചെയ്യുകയാണ് ഇൻപുട്ടിൽ നിന്ന്. അപ്പം ഇൻപുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് ലാഗിങ് ആണ്. അപ്പോൾ ഈ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ദിസ് ഈസ് ആക്ച്വലി ദ റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എന്താണ് ഇതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എററൊക്കെ പറഞ്ഞിട്ടുണ്ട്. എറർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്. വാട്ട് ഈസ് എറർ? ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആണ് നമ്മളുടെ എറർ എന്ന് പറയാം. ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആയിരിക്കും നമ്മളുടെ എറർ. ഹിയർ നമുക്ക് എറർ എന്ന് പറഞ്ഞാൽ ആർ ഓഫ് ടി മൈനസ് സി ഓഫ് ടി ആണ്. ഇപ്പം ആർ ഓഫ് ടി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ? ഇൻപുട്ട് ടി ആണ്. സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി മൈനസ്, ഇവിടെയെല്ലാം ഓക്കെ. അപ്പം ഇവിടെയെല്ലാം എന്താണ്? ആർ ഓഫ് ടി മൈനസ് സി ഓഫ് ടി. അപ്പം ടി മൈനസ് ടി പ്ലസ് ടി ഇ പവർ മൈനസ് ടി ബൈ ടി. അപ്പോൾ ഇതിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് വിൽ ബിക്കം ടി മൈനസ് അല്ലേ, ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പം ടി മൈനസ് ടി എന്ന് പറയുന്നത് എന്തായി? 0 ആയി. പിന്നെ ഉള്ളത് -1 മൈനസ് പ്ലസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. ഇത് പ്ലസ് ആയിരിക്കും, ഇത് പ്ലസ് ആയിരിക്കും, ആക്ച്വലി ഇത് മൈനസ് ആയിരിക്കും. ഓക്കെ, പ്ലസ് ടി മൈനസ് ടി ഇ പവർ മൈനസ് ടി ബൈ ടി എന്നാണ്. അപ്പം ഇത് എഴുതിയതിൻ്റെ പ്രശ്നമാണ്. ഇവിടെ നോക്കുക, ഇത് ടി മൈനസ് ടി 0 ആയി.
പിന്നെന്താ ഉള്ളത്? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ടി, ടി പിന്നെ ഇത് മൈനസ് പിന്നെയും ഉള്ളിലേക്ക് വരുവാണെങ്കിൽ ടി മൈനസ് ടി ഇ പവർ മൈനസ് ടി ബൈ ടി ആണ്. അപ്പം ഇതിൽ നമുക്ക് എന്തെഴുതാം? ടി ഔട്ട് സൈഡിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി എന്ന് എഴുതാം. ഇത് കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ടി മൈനസ് 1 ടി ഇൻറ്റു 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി ആയിരിക്കും നമ്മളുടെ എറർ എന്ന് പറയാം. ഓക്കെ, വാട്ട് ഈസ് എറർ? ടി ഇൻറ്റു 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി ആയിരിക്കും നമ്മളുടെ എറർ. അതുപോലെ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞാൽ ടി ഇൻഫിനിറ്റി ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എററിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എറർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ടി ഇൻഫിനിറ്റി ആകുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ? 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി. അപ്പം ഇവിടെ ടിയുടെ വാല്യൂ ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി 0 ആണ്. ദെർഫോർ വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആസ് 1. അതായത് ടി ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ടി ആയിരിക്കും. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ടി ഈസിക്കൽ ടു ഇൻഫിനിറ്റി, ദിസ് വാല്യൂ ബിക്കംസ് ടി. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മേഘ മേഘയില്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ കേസിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് ഓർഡർ സിസ്റ്റം നമുക്ക് സിലബസിനകത്തുള്ള പോലെ തന്നെ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന 2 ഇൻപുട്സ് ആണുള്ളത്, സ്റ്റെപ്പ് ഇൻപുട്ട് അതുപോലെ തന്നെ റാമ്പ് ഇൻപുട്ടും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ടും നമ്മളുടെ റാമ്പ് ഇൻപുട്ടും കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾക്ക് കിട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ കേസിൽ നിങ്ങൾക്കറിയാം നമുക്ക് കിട്ടിയത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക. 1 മൈനസ് ഇ പവർ മൈനസ് ടി ബൈ ടി. Okay, 1 minus e power minus t by t. And if you are just considering the response of a first order system for unit ramp input, this will become t minus t plus e power minus t by t. Okay, t minus, okay, ഇവിടെ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഇങ്ങനെയല്ല, t മൈനസ് ടി ഔട്ട് സൈഡിൽ എടുക്കുവാണെങ്കിൽ 1 മൈനസ് ആയിരിക്കും വരിക. ഓക്കെ, ഞാൻ പറഞ്ഞതിപ്പം വിട്ടുപോയതാണ്. ഓക്കെ, ടി മൈനസ് ടി പ്ലസ് ടി ഇ പവർ മൈനസ് ടി ബൈ ടി ആയിരിക്കും നമ്മളുടെ സി ഓഫ് ടിയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തെ കുറിച്ചാണ്.